നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും എൻ്റെ വീടിനടുത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഭദ്രമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം 2025 ജൂൺ മാസം 21-ാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്നേ ദിവസം 50 രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു, ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് കൂടുതൽ സാധ്യത ലോട്ടറി അടിക്കുവാൻ, ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത. ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ, നവഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇവിടെ പറയുന്ന നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി സമ്മാനം ലഭിക്കും, ലോട്ടറി ഭാഗ്യം വന്നു ചേരും എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് സാധ്യത എന്നുള്ളത് പറഞ്ഞു തരാം. ഈ ശനിയാഴ്ച ദിവസം മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4 പൂയം, ആയില്യം നാളുകാർക്കും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം 1/4 നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം 1/4 നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം ദശാകാലത്തിൻ്റെ നേട്ടമുണ്ടെങ്കിൽ, ജീവിതാനുഭവങ്ങൾ മെച്ചമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലപ്പോൾ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുക. അങ്ങനെ ഒരു കാര്യവും ജ്യോതിഷത്തിൽ കൂടിയുണ്ട്. ഇപ്പോഴുള്ള സമയം വെച്ച് നോക്കുമ്പോൾ നേട്ടമാണെന്ന് ചിലർക്ക് തോന്നും. പക്ഷെങ്കിൽ അവർക്ക് നേട്ടം വന്നു ചേരാത്തതിൻ്റെ കാരണം അവരുടെ ദശാകാല സമയം മോശമാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കുമ്പോൾ മോശമാണ്, അവർക്ക് ദശാകാല സമയം നേട്ടവുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങൾ, 2 രീതിയിലുള്ള അനുഭവങ്ങൾ ജ്യോതിഷപരമായിട്ട് വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദശാകാലം നേട്ടമാണെങ്കിൽ ജീവിതാനുഭവങ്ങളൊക്കെ മെച്ചമായിരിക്കും, നല്ല സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതം നയിക്കുവാൻ കഴിയും. അപ്പോൾ അപ്രകാരമുള്ളവരൊക്കെ 50 രൂപ എടുത്ത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്തൊന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകുക. അതുപോലെ തന്നെ ലോട്ടറി വിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കൊരു സഹായം ചെയ്യുക. അപ്പോൾ അവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയ കാര്യമാണല്ലോ. അപ്പോൾ 50 രൂപ എടുത്തൊരു ലോട്ടറി ടിക്കറ്റ് നമ്മളാൽ എടുക്കുമ്പോൾ അവർക്കൊരു ലോട്ടറി ടിക്കറ്റ് വിറ്റുപോയി, അതിൻ്റേതായ നേട്ടം അവർക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുക. ഞാനിവിടെ കുറേ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് ഈ ചാനൽ മുഖേന 1-ാം സമ്മാനം ഒരാൾക്ക് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കണക്ക് കൂട്ടി ഒരുപാട് സമയമൊക്കെ കളഞ്ഞ് തിരിച്ചും മറിച്ചും ഒക്കെ എഴുതിയെടുത്ത് ഒക്കെ ചെയ്തതാണ് ഈ നമ്പറുകൾ. ഇതൊക്കെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയമൊക്കെ പോകും. അങ്ങനെ ഇത്രയും സമയം കളഞ്ഞ് കഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാനൊക്കെ സെലക്ട് ചെയ്ത് എഴുതിയെടുത്താണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടെങ്കിൽ ഇത് എഴുതിയെടുത്തുകൊണ്ട് പോയി ഈ നമ്പർ തന്നെ കിട്ടുമോ ഇല്ലെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പരൊക്കെ എടുക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ സമയമൊക്കെ കളഞ്ഞ് ഈ ചാനൽ കാണുമ്പോൾ അവർക്കൊരു നേട്ടം ഉണ്ടാകേണ്ടത്. ഒരു 1-ാം സമ്മാനം ഒരാൾക്ക് ലഭിച്ചാൽ, ഈ ചാനൽ മുഖേന ഒരാൾക്കൊരു 1-ാം സമ്മാനം ലഭിച്ചാൽ ഇത് വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ ഇത് ഈ 4 അക്ക നമ്പറുകളും കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കിയെടുക്കുക. അതുകൂടാതെ ഇവിടെ അവസാനം വരുന്ന 2 അക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, അതും നോക്കിയെടുക്കുക. ഇതൊക്കെ എഴുതിയെടുത്തോണ്ടോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചൊക്കെ ടിക്കറ്റുകളൊക്കെ എടുക്കുവാൻ ശ്രമിക്കുക. ബാക്കി 4 അക്ക നമ്പറുകളും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന നമ്പറുകളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 4 അക്ക സംഖ്യകളാണെങ്കിലും 6 അക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ 1 വരിക, 3 വരിക, 7, 8, 9. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സംഖ്യകൾ ഈ ടിക്കറ്റിൻ്റെ 6 അക്ക സംഖ്യകളാണെങ്കിലും 4 അക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ 1 വരണം, 3 വരണം, 7 വരണം, 8 വരണം, 9 വരണം. അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റൊക്കെ നോക്കിയെടുക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭാഗ്യദേവത അനുഗ്രഹിച്ചാലേ ലോട്ടറി ഫലം ലഭിക്കത്തുള്ളൂ. അപ്പോൾ 50 രൂപ മുടക്കുമ്പോൾ നമുക്കൊരു 5000 കിട്ടിയാൽ അത്രയൊരു ആശ്വാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് 50 രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുത്ത് ഈ നമ്പറുകളൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക.
അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.